ടാൻസാനിയയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഈ രാജ്യത്ത് എൻ്റെ 3-ാമത്തെ ദിവസമാണിത്. ഗൊറൻഗൊറോ ക്രേറ്റർ എന്ന അത്ഭുതമുണർത്തുന്ന ഒരു അഗ്നിപർവ്വത മുഖത്തെ വന്യജീവി വൈവിധ്യം ക്യാമറയിൽ പകർത്തിയ ശേഷം മടങ്ങുകയാണ് ഇപ്പോൾ. അരൂഷ നഗരത്തിലേക്കാണ് പോകുന്നത്. കരാട്ടു എന്ന പട്ടണത്തിന്റെ പ്രാന്തങ്ങൾ പിന്നിട്ടുള്ള യാത്ര. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. ടാൻസാനിയൻ ഗ്രാമീണർ കൃഷിയിറക്കി ജീവിക്കുന്ന പ്രദേശങ്ങൾ. അതിവിസ്തൃതമായ ഗോതമ്പ് പാടങ്ങൾ വഴിയോരത്ത് കാണാം. പാതയുടെ ഇരുവശങ്ങളിലും മരക്കൂട്ടങ്ങളില്ലാത്ത ഭാഗത്തെല്ലാം ഗോതമ്പ് പാടങ്ങളാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വൈക്കോൽ ചുരുട്ടിവച്ചിരിക്കുന്നു. കൊയ്യുന്നതും മെതിക്കുന്നതും വൈക്കോൽ കറ്റകെട്ടുന്നതുമെല്ലാം യന്ത്രസഹായത്തോടെയാണെന്ന് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാവും. കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം വന്നതോടെ ടാൻസാനിയയിൽ വിസ്തൃതമായ പ്രദേശങ്ങളിൽ കൃഷി നടക്കുന്നുണ്ടിപ്പോൾ. പുല്ലിന്റെയും വൈക്കോലിന്റെയും ആവരണമില്ലാത്തിടത്തൊക്കെ കടും ചുവപ്പ് നിറമുള്ള മണ്ണാണ്. ഇവിടുത്തെ ഗ്രാമീണ പാതകൾക്കെല്ലാം ഈ ചുവപ്പ് നിറമായിരിക്കും. അതെല്ലാം മൺ റോഡുകളാണെന്നതു തന്നെ കാരണം. കരാട്ടു പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തുകൂടി ഞങ്ങളുടെ വാഹനം നീങ്ങിക്കൊണ്ടിരുന്നു. അരൂഷ കഴിഞ്ഞാൽ ഈ റൂട്ടിലുള്ള വലിയൊരു പട്ടണമാണ് കരാട്ടു. ചുടുകട്ട കൊണ്ട് പണിത മൺനിറമുള്ള ചെറുവീടുകളും കടകളും പാതയോരങ്ങളിൽ കാണാം. കൃഷിയും കച്ചവടവും ടൂറിസവുമായി ബന്ധപ്പെട്ട ചെറുജോലികളുമെല്ലാം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ വസിക്കുന്ന ഇടങ്ങൾ. ഗോതമ്പ്, നെല്ല്, ബീൻസ്, ചോളം എന്നിവയാണ് കരാട്ടു മേഖലയിലെ പ്രധാന കൃഷികൾ. 2000 ആണ്ടിനു ശേഷം ടൂറിസം കരാട്ടു മേഖലയിൽ വലിയ മാറ്റങ്ങളാണുണ്ടാക്കിയത്. ഗൊറൻഗൊറോ, സെറംഗെറ്റി തുടങ്ങിയ ലോകപ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങളുമായി ചേർന്ന് കിടക്കുന്നതിനാൽ ധാരാളം റിസോർട്ടുകളും ടൂർ ഓപ്പറേറ്റിംഗ് കേന്ദ്രങ്ങളുമുണ്ട് ഇവിടെ. ആകെ ഒരു ചുവപ്പ് നിറമാണ് പട്ടണത്തിന്. പൊടിമണ്ണ് മൂലമുള്ള നിറപ്പകർച്ച. പെട്രോൾ പമ്പുകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാമുണ്ട് കരാട്ടു പട്ടണത്തിൽ. പക്ഷേ ഇവിടെയൊന്നും അധികം ടൂറിസ്റ്റ് വാഹനങ്ങൾ നിർത്തുന്നത് കാണുന്നില്ല. പട്ടണത്തിൽ നിന്നും 4-5 കിലോമീറ്റർ അകലെയുള്ള ലോഡ്ജുകളിലാണ് ടൂറിസ്റ്റുകൾ ഇറങ്ങുക. പരുക്കൻ ഭാവവും തെല്ലൊരു അലസതയുമെല്ലാം ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകതയാണ്. എങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വച്ച് ഏറ്റവും സമാധാനം പുലരുന്ന രാജ്യങ്ങളിലൊന്നാണ് ടാൻസാനിയ എന്നതും ശ്രദ്ധേയം. ഞങ്ങൾ അങ്ങനെ പോകവേ ഒരിടത്ത് വെച്ച് വാഹനം പോലീസ് തടഞ്ഞു നിർത്തി. 2 പോലീസുകാർ. അതിൽ വനിതാ പോലീസ് റോഡിന് നടുവിൽ കയറി നിൽക്കുന്നു. അപ്പുറം ലാത്തിയുമായി പോലീസുകാരൻ. കുറെ നാട്ടുകാർ അങ്ങിങ്ങ് കാഴ്ച കാണാൻ നിൽക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് റമിക്ക് കാര്യം മനസ്സിലായത്. രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ പ്രദേശത്ത് പര്യടനത്തിലാണിന്ന്. തനി നാടൻ വേഷമണിഞ്ഞ ടാൻസാനിയൻ പെണ്ണുങ്ങൾ കാഴ്ച കാണാൻ കുട്ടികളുമൊത്ത് കാത്തുനിൽക്കുകയാണ്. കറുത്ത മനുഷ്യരും തവിട്ടു നിറമുള്ളവരുമുണ്ട് ടാൻസാനിയയിൽ. ചിലർക്ക് എൻ്റെ ക്യാമറ ഇഷ്ടമായി. മറ്റു ചിലരാവട്ടെ ക്യാമറ കാണുമ്പോഴേ മുഖം തിരിച്ചുകളയും. പുറത്തിറങ്ങരുത് എന്ന് റമി മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പട്ടാളക്കാരുടേതെന്ന് തോന്നുന്ന ഒരു വാഹനം എതിർദിശയിൽ നിന്നും വന്ന് ഒരു മൺ റോഡിലൂടെ തിരിഞ്ഞു പോകുന്നു. പോലീസുകാരൻ കാത്തുനിൽക്കുന്നു. അരമണിക്കൂറായി വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട്. നമ്മുടെ നാട്ടിലേതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമാണ് ഇവിടുത്തെ VIP ട്രീറ്റ്മെന്റ്. ഒരു പോലീസ് വണ്ടി കടന്നുപോയി. പിറകെ പാർട്ടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമെല്ലാം കയറിയ വാഹനങ്ങൾ. ഈ കാറുകളിൽ ഏതോ ഒന്നിൽ ടാൻസാനിയയുടെ വൈസ് പ്രസിഡന്റ് സാമിയ സുലൂഹു ഉണ്ട്. രാജ്യത്തെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റാണ് സാമിയ സുലൂഹു. ദീർഘകാലമായി ടാൻസാനിയയുടെ ഭരണം കൈയാളുന്ന ചാമ ച മബുണ്ടുസി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് അവർ. നേരത്തെ ടാൻസാനിയയുടെ യൂണിയൻ അഫയേഴ്സ് മിനിസ്റ്ററുമായിരുന്നു സാമിയ. 1992 വരെയും ഏകകക്ഷി സമ്പ്രദായം നിലനിന്ന രാജ്യമാണിത്. അന്നും CCM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചാമ ച മബുണ്ടുസിയായിരുന്നു പ്രധാന കക്ഷി. ഒരു വൈസ് പ്രസിഡന്റിന്റെ സന്ദർശനമെന്നാൽ വലിയൊരു സംഗതി തന്നെയാണ് ഇവിടെ.
നമ്മുടെ നാട്ടിലുള്ളത്ര ഒരുക്കങ്ങളൊന്നുമില്ലെന്ന് മാത്രം. വൈസ് പ്രസിഡന്റിന്റെ വാഹനവ്യൂഹം കടന്നുപോയതോടെ ഞങ്ങളെയും യാത്ര തുടരാൻ അനുവദിച്ചു. കരാട്ടുവിന്റെ ചെമ്മണ്ണും പൊടിയും നിറഞ്ഞ കാഴ്ചകളിലൂടെ യാത്ര തുടരുകയാണ്. സ്കൂളോ മറ്റോ ആവാം, ചില നീളൻ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. പിന്നെ പലചരക്ക് കടകളും ചായപ്പീടികകളും ഗവൺമെന്റ് ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ. സാമാന്യം മെച്ചപ്പെട്ട വീടുകളുടെ രൂപം ഇതാണ്. തകരം മേഞ്ഞ ഒറ്റനില വീടുകൾ. വീണ്ടും കൃഷിയിടങ്ങളുടെ കാഴ്ചയിലേക്ക് എത്തുകയായി. സോയാബീനും ചോളവും കൃഷി ചെയ്യുന്ന വലിയ പ്രദേശങ്ങൾ. സോയാബീൻ എണ്ണയ്ക്ക് പുറമെ സോയാ മിൽക്ക്, സോയാ കോഫി എന്നിവയ്ക്ക് വേണ്ടിയും ഇന്നാട്ടുകാർ സോയാബീൻസ് ഉപയോഗിക്കുന്നു. ജർമ്മൻകാരാണ് സോയാബീൻസ് ടാൻസാനിയയിൽ ആദ്യം കൃഷി ചെയ്തു തുടങ്ങിയത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരും ഇവിടെ സോയാ കൃഷി വ്യാപകമാക്കിയിരുന്നു. വാഹനം ഒരു കുന്നു കയറുമ്പോൾ താഴെ താഴ്വാരങ്ങളിലും കുന്നിൻ ചെരുവുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങൾ കാണാം. കാപ്പിത്തോട്ടങ്ങളും അവിടെയുണ്ട്. ഏറ്റവും കൗതുകകരമായ കാര്യം ഈ തോട്ടങ്ങളിൽ മിക്കതിലും ചെറിയ ടൂറിസ്റ്റ് ലോഡ്ജുകൾ ഉണ്ടെന്നതാണ്. 10-15 മുറികളും 5ഓളം ജീവനക്കാരുമുള്ള ലോഡ്ജുകൾ. അവിടെ താമസിച്ച് ടൂറിസ്റ്റുകൾ ഗ്രാമജീവിതവും കൃഷിയുമെല്ലാം കാണാൻ പോകുന്നു. അത്തരമൊരു ടൂറിസം സംസ്കാരം കേരളത്തിലും വളരേണ്ടതാണ്. വലിയ റിസോർട്ടുകളല്ല, ഒരു 2000 രൂപ ചിലവഴിച്ചാൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാവുന്ന ലോഡ്ജുകൾ. അത്തരം ടൂറിസ്റ്റ് സങ്കേതങ്ങൾ ഓരോ ഗ്രാമത്തിനും ഉണർവ് നൽകും. ഗ്രാമത്തിലെ ജീവിതം കാണാൻ ടൂറിസ്റ്റുകൾ ഇറങ്ങും. തികച്ചും ഗ്രാമ്യമായ ജീവിതം അവർ ആസ്വദിക്കും. ഗ്രാമത്തിലെ ആളുകൾക്കാകട്ടെ പുതിയൊരു തൊഴിൽ മേഖല തുറന്നു കിട്ടുകയും ചെയ്യും. ടാൻസാനിയയിലെ ജനങ്ങളിൽ 70% ഉൾഗ്രാമങ്ങളിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസവും ഉൾനാടുകളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. നാഷണൽ പാർക്കുകളുടെയും കൺസർവേഷൻ ഏരിയകളുടെയും സമീപത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളിൽ വലിയൊരു ഭാഗം ഇപ്പോൾ ടൂറിസം അനുബന്ധ ജോലികൾ ചെയ്താണ് പുലരുന്നത്. ഇവിടെ പാതയോരത്ത് കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ലേക്ക് മന്യാറയിലേക്കുള്ള ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണത്. റമിയും വാഹനം അവിടേക്ക് ഒതുക്കി. ഗൊറൻഗുറോയിലേക്ക് പോകുന്ന നേരത്ത് ഇവിടെ വാഹനം നിർത്തി മന്യാറ തടാകത്തിന്റെ അകലക്കാഴ്ച ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഇന്നലെ യാത്ര ചെയ്ത ലേക്ക് മന്യാറ നാഷണൽ പാർക്കിന്റെ മലമുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നും ലഭിക്കുക. ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന അതിബൃഹത്തായ ഭ്രംശതാഴ്വരയുടെ ഒരു ഭാഗത്തിന്റെ കാഴ്ചയെന്നും പറയാം. ഇതാണ് നാഷണൽ പാർക്ക്. താഴെ മരക്കൂട്ടങ്ങൾക്കിടയിലെ മൺപാതയിലൂടെ വാഹനങ്ങൾ പൊടിപ്പറത്തി നീങ്ങുന്നത് കാണാം. ഇന്നലെ ഇതുപോലെ ഞാനും ആ വഴി വാഹനത്തിൽ പോയതാണ്. അങ്ങകലെ ലേക്ക് മന്യാറ. അതിന്റെ ചതുപ്പുതീരവും തടാകത്തിൽ രൂപം കൊണ്ട തുരുത്തുമെല്ലാം കാണാം. ലേക്ക് മന്യാറയുടെ വിസ്തൃതി ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. 10,000-കണക്കിന് പക്ഷിമൃഗാദികളെ ഉള്ളിലൊതുക്കി നിൽക്കുന്ന ലേക്ക് മന്യാറ നാഷണൽ പാർക്ക്. തടാകത്തിനു ചുറ്റും വനമാണ്. 325 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നാഷണൽ പാർക്കാണത്. ഇക്കാണുന്നത് മന്യാറ വൈൽഡ് ലൈഫ് ലോഡ്ജാണ്. ഇന്നലെ നാഷണൽ പാർക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെ ഞാനത് കണ്ടിരുന്നു. ലക്ഷറി റിസോർട്ടാണത്. ധാരാളം പാശ്ചാത്യ ടൂറിസ്റ്റുകൾ അവിടെ താമസത്തിനെത്തുന്നു. പരിസരമൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണെന്ന് തോന്നുമെങ്കിലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മന്യാറ തടാകം കടന്നുവരുന്ന കാറ്റ്. ഈ തിട്ടയിൽ നിൽക്കുമ്പോൾ റിഫ്റ്റ് വാലി അങ്ങകലേക്ക് നീണ്ടുകിടക്കുന്നത് കാണാം. ആ കാഴ്ച കുറേ നേരം അവിടെ നിന്ന് പകർത്തിയ ശേഷം ഞാൻ തിരികെ വാഹനത്തിലേക്ക് നടന്നു. ലേക്ക് മന്യാറ നാഷണൽ പാർക്കിലെ സഫാരി കഴിഞ്ഞ് സെരംഗെറ്റിയിലേക്കോ ഗൊറൻഗൊറോയിലേക്കോ പോകുന്നവരുടെ വണ്ടികളാണിത്. ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലേക്ക് ഇറങ്ങുകയാണിനി. റിഫ്റ്റ് വാലി ക്രോസ് ചെയ്തു വേണം അരൂഷ പട്ടണത്തിലേക്ക് പോകാൻ. മനോഹരമായ പാത. അതിന്റെ ഓരത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കോൺക്രീറ്റ് കൊണ്ടുള്ള ചാലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും എന്ന പോലെ ടാൻസാനിയയിലും വിദേശ സഹായത്തോടെയാണ് ഇത്തരം റോഡുകളെല്ലാം നിർമ്മിക്കുന്നത്. വഴിയരികിലും കുന്നിൻ ചെരുവിലുമെല്ലാം ബാവോബാബ് മരങ്ങൾ. ടാൻസാനിയക്കാരുടെ കൽപ്പവൃക്ഷമാണ് ബാവോബാബ്. ഇപ്പോൾ ലേക്ക് മന്യാറയുടെ നിരപ്പിലേക്ക് വണ്ടിയെത്തുകയാണ്. ലേക്ക് മന്യാറ നാഷണൽ പാർക്കിന്റെ കവാടമാണ് ഇക്കാണുന്നത്. അത് കടക്കുന്നതോടെ ന്തോവാംബു പ്രദേശത്തേക്ക് എത്തുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഇത് കേരളമല്ലെന്ന് ആരും പറയില്ല. ലേക്ക് മന്യാറയുടെ സമീപ പട്ടണമായതിനാൽ ഒട്ടേറെ ദേശാടന പക്ഷികൾ ചേക്കേറുന്ന പ്രദേശമാണിത്. പല നിറത്തിലുള്ള ഓട്ടോറിക്ഷകൾ, എല്ലാം ബജാജ് ഓട്ടോറിക്ഷകൾ തന്നെ. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലെല്ലാം വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ. ഇന്ത്യക്കാരന്റെ ഏറ്റവും ജനകീയമായ കണ്ടുപിടുത്തമാണ് ഓട്ടോറിക്ഷയെന്ന് പറയാം. ന്തോവാംബുവിലും ധാരാളം റിസോർട്ടുകളുണ്ട്. ന്തോവാംബുവിന്റെ പ്രാന്തഭാഗങ്ങൾ പിന്നിടുന്നതോടെ അർദ്ധമരുഭൂസമാനമായ മൈതാനക്കാടുകളുടെ കാഴ്ചയാവുന്നു. കുറ്റിച്ചെടികൾ വളരുന്ന സമതലം, അതിൽ അങ്ങിങ്ങായി ബോമകൾ എന്നറിയപ്പെടുന്ന മസായി ഗ്രാമങ്ങൾ. അതൊക്കെ പിന്നിട്ട് യാത്ര തുടർന്നു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നിരന്ന പാതയിലൂടെ നല്ല വേഗത്തിൽ വാഹനം പായിക്കുകയാണ് റെമി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് അരൂഷ പട്ടണത്തിലേക്ക്. 6:30 കഴിയുമ്പോഴേക്കും അരൂഷയിലെത്താമെന്ന് റെമി പറയുന്നുണ്ട്. ഇപ്പോൾ മക്യൂനി എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വെച്ച് ഹൈവേയിൽ നിന്നും ഇടത്തോട്ട് തിരിയണം. അങ്ങനെ അരൂഷയിലേക്കുള്ള പാതയിലേക്ക് കയറി. ഇക്കാണുന്നതെല്ലാം മക്യൂനി പ്രദേശം തന്നെയാണ്. ഹൈവേയുടെ സൗന്ദര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ദരിദ്ര രാജ്യത്തെ പാതയാണിതെന്ന് തോന്നുകയേയില്ല. രണ്ടു വശത്തുമുള്ള പ്രകൃതി കണ്ടാൽ അതിനു നടുവിലൂടെ ഇങ്ങനെയൊരു പാത പോകുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസവുമാണ്. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് റോഡ് അസോസിയേഷനാണ് ടാൻസാനിയയിൽ ഇത്തരം റോഡുകൾക്കുള്ള സാമ്പത്തിക സഹായവും സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുന്നത്. ജപ്പാനിലെ ഓറിയന്റൽ കൺസൾട്ടന്റ് കമ്പനിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ പാതയുടെ നിർമ്മാണം. വരണ്ട ഭൂമിയാണ്. അതിൽ അങ്ങിങ്ങായി ചെറിയ അങ്ങാടികൾ, ചായക്കടകളും പലവ്യഞ്ജനക്കടകളുമെല്ലാമുള്ള പ്രദേശം. ചെറിയ സ്കൂൾ, ബസ് വരാൻ കാത്തുനിൽക്കുന്നവർ, ലൈൻ ബസ്സിൽ കയറി പോകുന്നവർ. നാൻജ എന്ന ചെറിയൊരു ടൗണിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. നാൻജയിലെ ആഴ്ച ചന്തയാണ് ഇത്. വർണ്ണ പുതപ്പു ചുറ്റിയ ധാരാളം ആളുകൾ പച്ചക്കറിയും ചോളവും തുണിയുമെല്ലാം വിൽക്കുന്നുണ്ട്. ആ ചന്തയിലൊന്നിറങ്ങാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും റെമി അനുവദിച്ചില്ല. അവിടെ ഇറങ്ങിയാൽ നിങ്ങൾ ക്യാമറയുമായി തിരിച്ചു വരില്ലെന്നാണ് അയാൾ പറഞ്ഞത്. വലതുവശത്താകട്ടെ വിശാലമായ മേട്ടിൽ മേയുന്ന കന്നുകാലികളാണ് കാഴ്ച. മസായികളുടെ പശുക്കളും ആടുമെല്ലാമുണ്ട്. കറുത്ത തുണിയും ചുറ്റി മസായി പിള്ളേർ. നൂറുകണക്കിന് ആടും പശുവുമുള്ള പല പല പറ്റങ്ങൾ. മസായികൾക്ക് യഥേഷ്ടം കന്നുകാലികളെ മേയിച്ചു നടക്കാൻ ഗവൺമെന്റ് തന്നെ വിട്ടു നൽകിയിരിക്കുന്നതാണ് ഇത്തരം വിശാല പ്രദേശങ്ങൾ. നാൻജ പട്ടണം പിന്നിലായിരിക്കുന്നു. ചെറിയ തൊടികളിൽ ചെറുവീടുകൾ. ഇതിവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കോംപ്ലക്സ് ആണ്. സ്കൂൾ കെട്ടിടങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലുകൾ. അകലെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ താമസിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്തെത്തുമ്പോഴേക്കും ഭൂമിയുടെ കിടപ്പ് തന്നെ മാറുന്നു. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന തരിശുഭൂമി. അതിൽ അങ്ങിങ്ങായി മസായികളുടെ ബോമകൾ. ഹൈവേയിൽ ചരക്കുമായി നീങ്ങുന്ന നാടൻ ട്രക്ക്.
ചെറിയ കടയ്ക്ക് മുന്നിൽ കൂടി നിൽക്കുന്ന മസായകൾ, ഭൂമിയുടെ ഞൊറിവുകൾ, വീണ്ടും മസായ് ഗ്രാമങ്ങൾ, അതിന് തനത് സൗന്ദര്യം പകരുന്ന വട്ടക്കുടിലുകൾ, ചോളപ്പാടങ്ങൾ. ഒരു ഭർത്താവും നിരവധി ഭാര്യമാരും അവരുടെ മക്കളുമെല്ലാം ഉണ്ടാവും അക്കാണുന്ന തരം ഒരു ഗ്രാമത്തിൽ. താഴെ ഒരു ജലാശയം, അതിനു ചുറ്റുമായി ഇത്തരത്തിലുള്ള നിരവധി ബോമകളുണ്ട്. അരൂഷയിലെത്തുവോളം പകർത്താനുള്ള ദൃശ്യങ്ങൾ ഈ ടാൻസാനിയൻ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. മസായക്കുടിലുകളാണ് ഇവിടെ കൂടുതലായുമുള്ളത്. ഒരു കാലത്ത് ആഫ്രിക്കൻ ഗോത്രങ്ങളെല്ലാം വൃത്താകാരമാർന്ന ചെറുകുടിലുകളിലാണ് വസിച്ചിരുന്നത്. മസായികൾ മാത്രം ആ രീതി ഇന്നും മാറ്റമില്ലാതെ പിന്തുടരുന്നു. ദുക്കാബോവു എന്ന ചെറു ടൗണാണിത്. നിരവധി മസായി ഗ്രാമങ്ങൾക്ക് നടുവിലുള്ള ചെറിയ അങ്ങാടി. ദുക്കാബോവുവിലൂടെ പോകുമ്പോൾ അങ്ങകലെ മേരു പർവ്വതം ദൃശ്യമാവുന്നു. 4.5 കിലോമീറ്റർ ഉയരമുള്ള മഹാപർവ്വതം. ദുക്കാബോവു മുതലാണ് മേരുവിന്റെ കാഴ്ച ശരിക്കും ലഭിച്ചു തുടങ്ങുന്നത്. നിർജീവമായ ഒരു അഗ്നിപർവ്വതമാണത്. ഈ ദുക്കാബോവു പ്രദേശത്തു നിന്നും 25 കിലോമീറ്റർ അകലെയാണ് മൗണ്ട് മേരു, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള 5ാമത്തെ പർവ്വതം. 8000 വർഷങ്ങൾക്ക് മുൻപാണ് മേരു അഗ്നിപർവ്വതം ഭീതിതമാം വിധം പൊട്ടിത്തെറിച്ചതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. കിസോങ്കോ എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 7500-ലധികം ജനം വസിക്കുന്ന പ്രദേശമാണ് കിസോങ്കോ. ധാരാളം ചെറുകിട വ്യവസായങ്ങളുള്ള പട്ടണമാണിത്. ഇവിടെയുമുണ്ട് ഒരു അന്തിച്ചന്ത. അതിൻ്റെ ഒരു സജീവത കിസോങ്കോ ടൗണിനുമുണ്ട്. പട്ടണം വലുതോ ചെറുതോ ആകട്ടെ, എവിടെയും പൊടിമണ്ണ് നിറഞ്ഞിരിക്കുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കിസോങ്കോ പിന്നിടുന്നിടത്ത് വണ്ടി നിർത്തി ഞാൻ മേരു പർവ്വതത്തെ ഒന്ന് വിശദമായി ക്യാമറയിലാക്കി. സമതലത്തിന്റെ അങ്ങേ അതിരിൽ അതിഗംഭീരമായ ഒരു പർവ്വതം. ഒരു കാലത്ത് തീതുപ്പിയിരുന്ന ആ പർവ്വതത്തിന്റെ ശൗര്യം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വാഹനം അരൂഷ പട്ടണത്തിലേക്ക് കയറിയിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് 2 ദിവസം മുൻപ് ഞാൻ ലേക്ക് മന്യാറ നാഷണൽ പാർക്കിലേക്കും ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയയിലേക്കുമുള്ള യാത്ര തുടങ്ങിയത്. വൈകുന്നേരങ്ങളിൽ അരൂഷ പട്ടണം ആകെ സജീവമാണ്. മുന്നിൽ കാണുന്ന ആ വലിയ കെട്ടിടമാണ് ഞാൻ താമസിക്കുന്ന നാട്രോൺ പാലസ് ഹോട്ടൽ. തെരുവിൽ എന്നെ ഇറക്കി ബാക്കിയുണ്ടായിരുന്ന വണ്ടിക്കൂലിയും വാങ്ങി റെമി പോയി. ഹോട്ടലിലെ പയ്യൻ എൻ്റെ ബാഗുമെടുത്ത് മുന്നിൽ നടപ്പുണ്ട്. ഇവിടെ എല്ലാവരും പരിചയക്കാരാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ നടപടിക്രമങ്ങൾക്കായി കാത്തു നിൽക്കേണ്ടി വന്നില്ല. 406 നമ്പർ മുറിയാണ് ഇന്നെനിക്ക് തന്നിരിക്കുന്നത്. വിശാലമായൊരു ബാൽക്കണിയുള്ള മുറി പരിചയത്തിന്റെ പേരിൽ റിസപ്ഷനിസ്റ്റ് പയ്യൻ തരികയായിരുന്നു. മുറിയിലെ സൗകര്യങ്ങളിലൊന്നും വലിയ മാറ്റമില്ല. ചെറിയ മുറി. എനിക്കിഷ്ടം വലിയ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് തന്നെയായിരുന്നു. സന്ധ്യാനേരത്ത് അരൂഷയിലെ ഒരു തെരുവിന്റെ ജീവിതം ഹോട്ടൽ ബാൽക്കണിയിലിരുന്ന് ചിത്രീകരിക്കുകയാണ് ഞാൻ. ക്യാമറയുമായി ആ തെരുവിലൂടെ ഇറങ്ങി നടക്കാനാവില്ലല്ലോ. ഒരു ഭീരുവിനെ പോലെ ഹോട്ടൽ മുറിയുടെ സുരക്ഷിതത്വത്തിലിരുന്ന് ഞാൻ ചിത്രീകരിച്ച മറ്റൊരു പട്ടണം ലോകത്തുണ്ടാവില്ല. ഡ്രൈവർമാർ പറഞ്ഞു പേടിപ്പിച്ചത് മാത്രമല്ല കാര്യം. വായിച്ചുള്ള അറിവും ഇവിടം അത്ര സുരക്ഷിതമല്ല എന്നു തന്നെയാണ്. തെരുവിലൂടെ ക്യാമറയുമായി നടക്കുമ്പോൾ ആരെങ്കിലും വന്ന് അത് തട്ടിയെടുത്താൽ ചോദിക്കാനോ സഹായിക്കാനോ ആരുമുണ്ടാവില്ല. പോലീസിന്റെ സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിവിടുത്തെ ടാക്സി സ്റ്റാൻഡാണ്. എൻ്റെ മുറിയുടെ നേരെ താഴെ ഒരു പലഹാരക്കടയുണ്ട്. അവിടെ ഒരാൾ അടുപ്പിലേക്ക് കരി പകരുന്നു. നെയ്യപ്പം ചുട്ടുകൂട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീ ചപ്പാത്തി പോലൊരു സംഗതി പരത്തുന്നു. പൊറോട്ടയും ചപ്പാത്തിയും കൂടി ചേർന്നതെന്ന് തോന്നുന്ന വിഭവം. മറ്റൊരാൾ അത് ചുട്ടുകൂട്ടുന്നുണ്ട്. 2 സ്ത്രീകൾ ഉരുളക്കിഴങ്ങ് കൊട്ടയും തലയിൽ വെച്ച് വിൽപ്പനയ്ക്കിറങ്ങിയിരിക്കുകയാണ്. ഗ്രാമത്തിലെ ഏതോ കൃഷിയിടത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഉരുളക്കിഴങ്ങ് വേണോ എന്നാകാം ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് നടത്തം. നേരം കൂടുതൽ ഇരുട്ടി. ബസ് സ്റ്റാൻഡിലും തെരുവിലുമെല്ലാം വിളക്കുകൾ തെളിഞ്ഞു. എങ്കിലും
തിരക്കുകൾ ഒട്ടും കുറയുന്നില്ല. ബസ്സിലേക്ക് ആളെ വിളിച്ചു കയറ്റുന്നവരുടെ കലമ്പൽ, ഹോണടി. ഇപ്പോഴും പലഹാരക്കട അടച്ചിട്ടില്ല. നേരം രാത്രി 10:30 ആയിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ വന്ന് അപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 11 മണി കഴിയണം ഈ തെരുവിൽ നിന്ന് ആളൊഴിയണമെങ്കിൽ. നല്ല തണുപ്പ് വീണിരിക്കുന്നു. ആളുകൾ പുതച്ചുമൂടിയാണ് നടക്കുന്നത്. ബാൽക്കണിയിലെ തണുപ്പ് സഹിക്കവയ്യാതായതോടെ ഞാൻ മുറിക്കകത്തേക്ക് കയറി.